ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമേക്ഷമായി, തരുമോ രക്ഷതൻ സൗഭാഗ്യം. ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമേക്ഷമായി, തരുമോ രക്ഷതൻ സൗഭാഗ്യം. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. അല്പസമയം ഇരിക്കുക. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവകൃപയുടെ നല്ലൊരു ദിവസം, നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിക്കുകയാണ്. ക്രിസ്തുമസ് അനുസരണത്തിൻ്റെ ഒരു തിരുനാളാണ്. കാരണം മലാക്കി പ്രവാചകനിലൂടെ ദൈവം തൻ്റെ സുതൻ ബെത്ലഹേമിൽ ജനിക്കും എന്ന് വാഗ്ദാനം ചെയ്തു. ഇങ്ങനെ പ്രവാചകരിലൂടെ ദൈവം വാഗ്ദാനം ചെയ്ത ഈ രക്ഷകനെ പ്രതീക്ഷിച്ച് 4000 വർഷം ജനം കാത്തിരുന്നു. ഈ ബെത്ലഹേമിൽ ഈ ശിശു ജനിക്കും എന്ന വാഗ്ദാനം നിറവേറപ്പെടുന്നത് എങ്ങനെയാണെന്ന് വിശുദ്ധ ലിഖിതം ഒന്ന് വായിച്ചു നോക്കുക. യൗസേപ്പും മേരിയും അനുസരിച്ചത് കൊണ്ടാണ് അത് സംഭവിച്ചത്. എന്താണ്? ഹെറോദേസ് എന്ന് പറയുന്ന രാജാവ് തൻ്റെ പ്രജകളുടെ പേര് എല്ലാവരും അതാത് സ്ഥലത്ത് എഴുതിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ദൈവകുമാരൻ്റെ അമ്മ, പരിശുദ്ധ അമ്മ, വളർത്തുപിതാവ് ജോസഫും തീരുമാനിക്കുകയാണ് തങ്ങളും പോണം, തങ്ങളുടെ നാട്ടിൽ പോയി തങ്ങളുടെ പേരും എഴുതിക്കണമെന്ന്. അനുസരിച്ചതുകൊണ്ടാണ് അപ്പത്തിൻ്റെ ഭവനമെന്ന് അറിയപ്പെടുന്ന ബെത്ലഹേമിൽ അപ്പമായി തീരുവാനായിട്ടുള്ള ഈശോ വന്ന് പിറന്നത്. മേരി പറയുകയാണ്, ഞാൻ ദൈവസുതൻ്റെ മാതാവാണ്, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവം. പരിശുദ്ധ അമ്മ പറയുകയാണ്, ഞാൻ ഇതൊന്നും അനുസരിക്കേണ്ട കാര്യമില്ല. ജോസഫ് പറയുകയാണ്, എൻ്റെ കൂടെയുള്ളത് പരിശുദ്ധ അമ്മയും മറിയവും, അതുപോലെ തന്നെ അവളുടെ ഉദരത്തിലുള്ളത് ദൈവം തന്നെയായ യേശുവുമാണെന്ന് പറഞ്ഞ് അനുസരിക്കാതെ അവിടെ ഇരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവചനം, ദൈവത്തിൻ്റെ വലിയൊരു ആഗ്രഹം നടക്കുമായിരുന്നു. നമ്മളും അനുസരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആരെ? നമ്മുടെ അധികാരികളെ അനുസരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളെ, മുതിർന്നവരെ എല്ലാം അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതമാണ് അവിടെ നിറവേറപ്പെടുന്നത് എന്നാണ് ഇന്നത്തെ ദിനം നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തേത്, ഈ ശിശുവായിട്ട് എന്തിനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്? ശിശുവായിട്ട്. കാരണം ഒരു ശിശുവിനെ എടുത്തുകൊണ്ട് കിടക്കണം, പരിചരണം വേണം. നമുക്കറിയാം, അമ്മമാരാണ് കൂടുതലും എൻ്റെ മുമ്പിലുള്ളത്. ഒരു കുഞ്ഞിന് എന്തുമാത്രം പരിഗണനയും ശ്രദ്ധയും ആവശ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം. അങ്ങനെയുള്ള ഒന്നായി ശിശുവായി ഈ ലോകത്തിലേക്ക് ഈശോ വന്നത് എന്തുകൊണ്ടാണ്? ദൈവകുമാരൻ വന്നത് കാരണം അത് പിതാവായ ദൈവത്തിന് ഈ ലോകത്തോടുള്ള അനന്തമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഈ കിടക്കുന്ന ഉണ്ണീശോനെ നമ്മൾ കാണുമ്പോൾ ഓർക്കണം, ഇത് എന്നോട് ദൈവത്തിനുള്ള സ്നേഹത്തിൻ്റെ, അനന്തമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമാണെന്ന്, അടയാളമാണെന്ന്. കാരണം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം
12-ാം വാക്യത്തിൽ ആട്ടിടയർക്ക് അടയാളം നൽകുന്നുണ്ട് ദൈവം തൻ്റെ ദൂതനിലൂടെ. അവിടെ പറയുന്നത്, പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കപ്പെടുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്നാണ്. അപ്പോൾ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന, കാലികൾ ഭക്ഷണം കഴിക്കുന്ന ഇടമാണെന്ന് ഓർക്കണം. അവിടെ കിടക്കുന്ന ഈ ശിശു നിങ്ങൾക്കൊരു അടയാളമാണെന്ന്. അപ്പോൾ ഈ അടയാളമായി ദൈവം ഈ ശിശുവിനെ നൽകുവാനായിട്ടുള്ള കാരണം, അന്നേ വരെ ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ വിചാരിച്ചിരുന്നത് കണക്കെഴുതി വെച്ച് ശിക്ഷ വിധിക്കുന്ന ഒരു വിധിയാളനായിട്ടാണ്. അവനെ ഭയമായിരുന്നു, അവൻ്റെ പേരുച്ചരിക്കാൻ പേടിയായിരുന്നു. യാവേ എന്നാണ് പറയുന്നത്, യഹോവ എന്ന് പറയുവാൻ പേടിയാണ്. ദൈവത്തിൻ്റെ പേരെഴുതണമെന്ന് പറയുമ്പോൾ അവർ എംറ്റിയാക്കി ഇടുമായിരുന്നു. പറയണമെന്ന് പറയുമ്പോൾ ഊമനായിട്ട് അല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കുമായിരുന്നു, അല്ലെങ്കിൽ യാവേ എന്ന് പറഞ്ഞ് ഒതുക്കുമായിരുന്നു. കാരണം പേടിയാണ്. ഈ ഭയപ്പെടുത്തുന്ന കാരണങ്ങളെല്ലാം അവൻ അറിഞ്ഞത് പറഞ്ഞു കേട്ട കാര്യമാണ്, മറ്റുള്ളവർ പറഞ്ഞതാണ്, അവൻ തന്നെ വിചാരിച്ചതാണ്. പക്ഷേ താൻ അങ്ങനെയല്ല, സ്നേഹമുള്ള ഒരു ദൈവമാണെന്ന് ഈ മനുഷ്യ മക്കളെ കാണിച്ചു തരുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചു. തൻ്റെ സുധനെ ഈ ലോകത്തിൽ നൽകി. ഈ കിടക്കുന്ന ഉണ്ണീശോയിൽ നമ്മൾ കാണേണ്ടത് നമ്മൾക്ക് ദൈവത്തിന് നമ്മളോടുള്ള അനന്തമായ സ്നേഹമാണ്. ഈ ശിശു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഈ ശിശുവും മാതാപിതാക്കളുടെ ഇല്ലായ്മയെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ പരിമിതികളിൽ പിറന്നവനാണ്. നമ്മളും അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ പറയും, ഞാനും ഈ അവസ്ഥ അനുഭവിക്കുന്നതാണ്. സ്വന്തമായിട്ട് പിറക്കാൻ പോലും ഒരു ഭവനമില്ലാത്ത അവസ്ഥ. അതോടൊപ്പം തന്നെ ഈ ശിശുവിനെ വളർന്നു വരുമ്പോൾ ജനം വെറുക്കേണ്ടവനാണ്, കുറച്ചു പേരെങ്കിലും ആക്ഷേപിക്കേണ്ടവനാണ്, ആരോപണങ്ങൾ നടത്തപ്പെടേണ്ടവനാണ്. ഇവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സുഹൃത്തായിട്ട് മാറേണ്ടവരാണ് അവരെ രക്ഷിക്കുവാനായിട്ട്. അതോടൊപ്പം തന്നെ ഭ്രാന്തനെന്ന് മുദ്ര കുത്തേണ്ടവനാണ്. എന്നാൽ അനന്തമായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായി ഒരുപാട് പേരെ നേടുന്നവനാണ് ഈ കിടക്കുന്നത്. കുരിശുമരണത്തിലൂടെ, ഉയർപ്പിലൂടെ നമുക്ക് ഈ ശിശുവിനെ നോക്കുമ്പോൾ പറയാം, നമ്മൾ ദൈവത്താൽ ഒരുപാട് സ്നേഹിക്കപ്പെടുന്നു. നമ്മൾ ദൈവമക്കൾ തന്നെയാണ്. ഞാൻ അനുഭവിക്കാത്ത, ഞാൻ കടന്നു പോകാത്ത അനുഭവങ്ങൾ, വേദനകളുടേതില്ല എന്ന് പറയുമ്പോൾ ഓർക്കുക, ഈശോ എൻ്റെ ദൈവം കടന്നു പോകാത്ത ഒരു സങ്കടവും ഇല്ല. കാരണം അത്രമാത്രം എന്നെ ദൈവം സ്നേഹിക്കുന്നുവെന്ന് ഈ ദിവസം എന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെയും സ്നേഹത്തിന് പ്രതീകങ്ങളും അടയാളങ്ങളും ഉണ്ടാകണം. എനിക്ക് മകനോട്, മകളോട്, ഭർത്താവിനോട്, ഭാര്യയോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അടയാളം ആവശ്യമാണ്. കാരണം കൺസെപ്റ്റ്, അന്നേ വരെയുള്ള ചിന്ത, പിതാവിനെക്കുറിച്ച്, അപ്പനെക്കുറിച്ച്, അമ്മയെക്കുറിച്ച്, സഹോദരനെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച് അന്നേ വരെയുള്ള ചിന്ത ഇന്ന് മാറണം. നമ്മുടെ സ്നേഹത്തിന് അടയാളങ്ങൾ ഉണ്ടാകട്ടെ. നല്ല വാക്കുകൾ, പ്രചോദനം, അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. നമ്മളെ തന്നെ എളിയവരാക്കുവാനായിട്ടുള്ള ദിനമായിട്ട് ഈ ദിവസം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിശുദ്ധ ബലി നമുക്ക് തുടരാം. സഹോദരങ്ങളെ, ഈ വിശുദ്ധ കുർബാന യോഗ്യരായി അർപ്പിക്കേണ്ടതിന്, നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കരിയണമേ
കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വ ശക്തനാം ദൈവമേ, ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. നാഥനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. മാത്രം പരിപാവനം, അങ്ങു താനേകനാഥനും, അങ്ങു മാത്രം പരമോന്നതം. ത്രിത്വൈക ദൈവമഹത്വത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവായ ദൈവമേ, മനുഷ്യാവതാരം ചെയ്ത അങ്ങേ വചനത്തിൻ്റെ നവ്യപ്രഭ ഞങ്ങളിൽ നിറയ്ക്കുമ്പോൾ വിശ്വാസത്തിലൂടെ മനസ്സിൽ പ്രകാശിക്കുന്നത് ഞങ്ങളുടെ പ്രവൃത്തികളിലും പ്രതിഫലിക്കുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഭൂമിയുടെ അതിർത്തികൾ വരെ കർത്താവ് പ്രഘോഷിക്കുന്നു. സിയോൻ പുത്രിയോട് പറയുക,
ഇതാ നിന്റെ രക്ഷ വരുന്നു. ഇതാ അവിടുത്തെ പ്രതിഫലം അവിടുത്തോടു കൂടെ, സമ്മാനം അവിടുത്തെ മുൻപിലും. കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട വിശുദ്ധ ജനമെന്ന് അവർ വിളിക്കപ്പെടും. അന്വേഷിക്കപ്പെടുന്നവൾ അപരിത്യക്ത നഗരം എന്ന് നീ വിളിക്കപ്പെടും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. നമ്മുടെ മേൽ ഇന്ന് പ്രഭാപൂരം വീശും. നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. നമ്മുടെ മേൽ ഇന്ന് പ്രഭാപൂരം വീശും. ഇന്ന് പ്രഭാതമുദിച്ചു. നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. നമ്മൾ കർത്താവ് ജനിച്ചിരിക്കുന്നു. കർത്താവ് വാഴുന്നു. ഭൂമി സന്തോഷിക്കട്ടെ, ദീപസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ. ആകാശം അവിടുത്തെ നീതിയെ പ്രഘോഷിക്കുന്നു. എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു. നമ്മുടെ മേൽ ഇന്ന് പ്രഭാപൂരം വീശും. ഇന്ന് പ്രഭാതമുദിച്ചു. നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. നീതിമാന്മാരുടെ മേൽ പ്രകാശം ഉദിച്ചിരിക്കുന്നു. പരമാർത്ഥ ഹൃദയർക്ക് സന്തോഷം ഉദിച്ചിരിക്കുന്നു. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. അവിടുത്തെ വിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. നമ്മുടെ മേൽ ഇന്ന് പ്രഭാപൂരം വീശും. ഇന്ന് പ്രഭാതമുദിച്ചു. നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. നമുക്ക് കർത്താവ് ജനിച്ചിരിക്കുന്നു. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ, പൗലോസ് അപ്പോസ്തലൻ തീത്തോസ് എന്നെഴുതിയ ലേഖനത്തിൽ നിന്ന്. നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്ഥാനത്താലത്രേ. ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാവട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷം. നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു.
ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും മനുഷ്യപ്രകൃതിയും പ്രത്യക്ഷമായ ഇന്ന് നമ്മുടെ സത്പ്രവൃത്തികളിലല്ല, മറിച്ച് അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിന് നമ്മുടെ യാചനകളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. പരിശുദ്ധ പിതാവിനെയും നമ്മുടെ എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യാസികളെയും അവിടുത്തെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ സമാധാനവും സ്നേഹവും അനുസരണയും എല്ലാം ഉണ്ടാകുവാനായിട്ട് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ ഒന്ന് ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോ നൽകുന്ന സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടയാക്കണമേ എന്ന് നിമിഷം ഓർക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ യുവാക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവേഷ്ടം നിറവേറ്റുവാനായിട്ട് സഭയെ സ്നേഹിക്കുന്ന, വീടിനെ സ്നേഹിക്കുന്ന, മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരായി അവരെ മാറ്റണമെന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ടാവാം. അവരെയും ഇൻ്റർവ്യൂകളിലും പരീക്ഷകളിലും പങ്കെടുക്കേണ്ടവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഈശോ കൂടെ ഉണ്ട് എന്ന തിരിച്ചറിവ് ഉണ്ടാകുവാനായിട്ട് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർ, ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും അതെല്ലാം തരണം ചെയ്യുവാനായിട്ട് മനുഷ്യനെ സഹായിക്കുവാനായിട്ട് ഒരു ദൈവമുണ്ട് എന്ന തിരിച്ചറിവ് ലഭിക്കുവാനായിട്ട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വൃദ്ധരായവരെ ഓർക്കാം. 65 വയസ്സിന് മേലുള്ള എല്ലാവരും ഇവിടെ വരുവാനായിട്ട് ആഗ്രഹിച്ചു, എങ്കിലും അവർക്ക് സാധിച്ചില്ല. അവർക്ക് നിയോഗങ്ങളും പ്രാർത്ഥനകളും ഉണ്ട്. അതുകൂടി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം മരണമടഞ്ഞു പോവുക എല്ലാവരെയും ഓർത്തുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മളെ പഠിപ്പിച്ചവർ, നമുക്ക് കാവലായി നിന്നവർ, സഹായികളായി മാറിയവർ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് അവരുടെ ആത്മാവിന് നിത്യവിശ്രാന്തി നൽകണമേ എന്നും പ്രാർത്ഥിക്കാം. അതോടൊപ്പം നിങ്ങൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിച്ച ചിലരെങ്കിലും ഉണ്ടാവാം. അവരുടെ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. മൗനമായി നിന്നുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ, ആരോടും പറയാത്ത സങ്കടങ്ങൾ, അതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ.
സ്വീകരിക്കൂ എന്നെ കനിവോടെ ഉരുകും തിരുതിയായിരിയാ നിന്നാലയ തിരുനടയിൽ. സഹോദരങ്ങളെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പിതാവായ ദൈവമേ, ഈ ദിനത്തിലെ പിറവിയുടെ രഹസ്യങ്ങളാൽ ഞങ്ങളുടെ കാഴ്ചവസ്തുക്കൾ യോഗ്യമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യനായി ജനിച്ച അവിടുന്ന് ദൈവമായും പ്രക്ഷോഭിച്ചതുപോലെ ഈ ഭൗമിക വസ്തുക്കൾ ദൈവികമായി മാറുവാൻ അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടലുണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിശയവും ന്യായവും എത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ മനുഷ്യാവതാരം ചെയ്ത വചനത്തിന്റെ രഹസ്യം വഴി അങ്ങേ ശോഭയുടെ നവ്യപ്രഭ ഞങ്ങളുടെ മനോനേത്രങ്ങൾക്ക് പ്രകാശിതമായി. അങ്ങനെ ദൃശ്യരൂപത്തിൽ ദൈവത്തെ ഞങ്ങൾ അറിയുമ്പോൾ അതുവഴി അദൃശ്യമായവയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ആകൃഷ്ടരാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിലെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് ശ്ലീഹയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ.
ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. മാലാഖവൃന്ദം നിറന്നു, വാനിൽ മാധുരഗീതം പൊഴിഞ്ഞു. മാലോകരാമോദമാർന്നീ പാരിൽ ഗാനമേറ്റേറ്റു പാടി. മാലാഖവൃന്ദം നിറന്നു, വാനിൽ മാധുരഗീതം പൊഴിഞ്ഞു. മാലോകരാമോദമാർന്നീ പാരിൽ ഗാനമേറ്റേറ്റു പാടി. അത്യുന്നതത്തിൽ മഹത്വം, സർവശക്തനാമീശന് സ്തോത്രം. മനസ്സുള്ളവർക്കെല്ലാം ഭൂമിൽ സന്തത ശാന്തി കൈവന്നു. ദൈവകുമാരൻ പിറന്നു, മർത്യരൂപം ധരിച്ചേകജാതൻ. ദൈവകുമാരൻ പിറന്നു, മർത്യരൂപം ധരിച്ചേകജാതൻ. ആത്മാഭിഷിക്തൻ വരുന്നു, ലോകമെങ്ങും പ്രമോദം നിറഞ്ഞു. ലോകമെങ്ങും പ്രമോദം നിറഞ്ഞു. മാലാഖവൃന്ദം നിറഞ്ഞു, വാനിൽ മാധുരഗീതം പൊഴിഞ്ഞു. മാലോകരാമോദമാർന്നീ പാരിൽ ഗാനമേറ്റേറ്റു പാടി. അത്യുന്നതത്തിൽ മഹത്വം, സർവശക്തനാമീശന് സ്തോത്രം. മനസ്സുള്ളവർക്കെല്ലാം ഭൂമിൽ സന്തത ശാന്തി കൈവന്നു. ഉണരൂ ജനാവലിയൊന്ന, വേഗമണയോ മഹേശനെ വാഴ്ത്താൻ. ഉണരൂ ജനാവലിയൊന്ന, വേഗമണയോ മഹേശനെ വാഴ്ത്താൻ. തിരുമുൻപിലെല്ലാം അണയിക്കാം, തന്റെ തിരുനാമമെന്നും പുകഴ്ത്താൻ. തന്റെ തിരുനാമമെന്നും പുകഴ്ത്താൻ. മാലാഖവൃന്ദം നിറന്നു, വാനിൽ മാധുരഗീതം
ഗീതം പൊഴിഞ്ഞു മാലോകരാമോദമാർന്നീ പാരില്ലാ ഗാനമേറ്റേറ്റു പാടി അത്യുന്നതത്തിൽ മഹത്വം സർവശക്തനാമീശന്റെ സ്തോത്രം സർവനസുള്ളവർക്കെല്ലാം ഭൂവിൽ സന്തത ശാന്തി കൈവന്നു അത്യുന്നതത്തിൽ മഹത്വം സർവശക്തനാമീശന്റെ സ്തോത്രം സർവനസുള്ളവർക്കെല്ലാം ഭൂവിൽ സന്തത ശാന്തി കൈവന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ജസ്റ്റ് an announcement. സെൻറ്റ് മേരീസ് കോൺവെൻറ്റ് നഴ്സറി LKG admission starts on ജനുവരി 4 മുതൽ 8 വരെ 4-ാം തീയതി 4 ദിവസം ഉണ്ടാവും. രാവിലെ 9:30 മണി മുതൽ 12:30 മണി വരെ ആയിരിക്കും അഡ്മിഷനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കോവിഡിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇത്രയും 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ അഡ്മിഷൻ നടത്തുന്നത്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാന നിമിഷം അഡ്മിഷനായിട്ട് ആരും റെക്കമെൻഡേഷൻ വരരുത്. ആരംഭം മുതൽ തന്നെ അഡ്മിഷൻ എടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. നമ്മൾ അനുസരണയുള്ള ആളുകളാണ്. ദൈവം തൻ്റെ സുതനെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ സുതൻ്റെ ഒരു അനുസരണയുണ്ട് പിതാവിൻ്റെ തീരുമാനത്തിന്. അതാണ് ക്രിസ്തുമസ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈശോയെ ആരാധിക്കാം. കാരണം ഉണ്ണീശോയെ അവിടെ കിടത്തിയിട്ടുണ്ട്. നിങ്ങൾ കൈകൊണ്ട് അതുമേ സ്പർശിക്കരുത്, കൈകൊണ്ട് അതിൽ തൊട്ട് മുത്തരുത്, മുൻപിൽ വന്ന് വണങ്ങിയിട്ട് പോകാം. അതോടൊപ്പം തന്നെ ചുറ്റുപാടുമുള്ള രൂപങ്ങളിലും വണങ്ങുക. നിങ്ങൾ കൈകൊണ്ട് തൊട്ട് അതിൽ മുത്തരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അനുസരണയാണ് ഏറ്റവും വലിയ ബലി. അതോടൊപ്പം തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ക്രിസ്തുവിനെ ആരാധിച്ച് വണങ്ങിയിട്ട് നമുക്ക് തിരികെ പോവുകയും ചെയ്യാം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങേ പുത്രന്റെ ജനനം ആനന്ദ ഭക്തിയോടുകൂടി ആചരിക്കുന്ന ഞങ്ങൾക്ക് ഈ രഹസ്യത്തിന്റെ നിഗൂഢത വിശ്വാസത്താൽ ഗ്രഹിക്കുന്നതിനും പൂർണ്ണമായവ കൂടുതൽ സ്നേഹത്തിൽ തീഷ്ണതയോടുകൂടി വില മതിക്കുന്നതിനും ഇട നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി.